നമസ്കാരം, ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി തവനൂർ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്നായി വെടിവെച്ച് വീഴ്ത്തിയ 20ഓളം അടങ്ങിയ പന്നികളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ പുളിവ് വേറെ പന്നികൾ വന്നിട്ട് കുത്തിയതാണ്. ഈ കുത്ത് പറയുന്നപ്പോൾ ഈ ഭാഗം കൊണ്ടോ ആ സാധനം മേലക്കും തവനൂർ ഗ്രാമപഞ്ചായത്തിന് കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ ഇറങ്ങിയിട്ട് പന്നികളുടെ ആക്രമണം കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ പന്നികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുകയും ഈ ഷൂട്ടർമാരെ അതിന് വേണ്ടിയിട്ട് നിയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മെമ്പർമാരുടെയും നാട്ടുകാരുടെയും പാടശേഖര സമിതിയുടെ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലത്തെ ഒരു പ്രതികൂല കാലാവസ്ഥ കാരണം നമുക്ക് ആകെ 10-20 പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം നമുക്കിത് ഇനിയും കൂടുതൽ പിടിക്കേണ്ടതായിട്ടുണ്ട്. 3-4 തവണ ആയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ അങ്ങോളമുള്ള എല്ലാത്തിനെയും പിടിച്ച് നമ്മുടെ കൃഷിക്കാർക്ക് ഒരു ശല്യമില്ലാത്ത രീതിയിൽ നമുക്ക് വരുത്തണം. അതിന് എല്ലാവരുടെയും പിന്തുണ നമുക്ക് വേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതി, സുപ്രീം കോടതി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊന്നെടുക്കാനൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തേക്ക് എത്തിയ ഉടനെ ഉണ്ടാവുമോ? അത് വിധി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉത്തരവ് നമ്മളെ കയ്യിൽ കിട്ടാത്ത കാരണം നമ്മൾ എങ്ങനെ നടപ്പിലാക്കേണ്ടത് അറിയില്ല. ഉത്തരവ് കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് നടപടി നമുക്ക് സ്വീകരിക്കാം. തവനൂർ പഞ്ചായത്തിനകത്ത് കൃഷിക്കാർക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്ന പരാതികളും ബുദ്ധിമുട്ടുകളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തവനൂർ പഞ്ചായത്തിനകത്ത് എല്ലാ മേഖലകളിലും ഇതുപോലുള്ള കാട്ടുപന്നികളെ പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും ഞങ്ങളെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഘട്ടം ഘട്ടങ്ങളായിട്ട് എല്ലാ മേഖലകളിലും വന്നിട്ട് ഈ പന്നികളെ നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ തെരുവ് നായ ശല്യം വളരെ രൂക്ഷമായി കിടക്കുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ വിധി അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ അനുകൂലമായിട്ടുള്ള വിധിയുടെ പകർപ്പ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെരുവ് നായ ശല്യക്കും ഒരു അന്ത്യം കുറിക്കാനുള്ള തീരുമാനം തന്നെയാണ് തവനൂർ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പന്നികളെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പിടിച്ചതെന്നറിയാം? പിടിച്ചുള്ളത് 11-ാം വാർഡ്, 12-ാം വാർഡ്, പിന്നെ 9-ാം വാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതേപോലെ 7-8ൻ്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെയാണ് പിടിച്ച് 10. പിന്നെ കോളേജിൻ്റെ 10-ാം വാർഡ് ടോട്ടൽ 20. വാർഡടക്കം. ഓക്കെ, സാറിനെന്ത് ചെയ്തു? സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിങ്ങളെ ലൈവ് ന്യൂസ് തവനൂർ.